അസ്സലാമു അലൈക്കും. ഞാൻ സലീം കുടിക്കും. പ്രിയ കൂട്ടുകാരെ, ഇന്നിങ്ങനെ യൂണിവേഴ്സിറ്റി വരാൻ കാരണം ഞാൻ ഷിബു എന്നൊരു ഹൈന്ദവ സഹോദരൻ്റെ ഒരു വീഡിയോ സോലം കാണുകയുണ്ടായി. ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് ഉസ്താദിനെ സന്ദർശിച്ച് യാത്ര പോയ വ്യക്തിയാണ് ഷിബു. അദ്ദേഹം മർക്കസിൽ ഉസ്താദിനെ കാണാൻ ചെന്ന സമയത്ത് മർക്കസിൽ നിന്ന് കിട്ടിയ സ്വീകരണം, ഉസ്താദിനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അനുഭവിച്ച അനുഭൂതിയും ഉസ്താദിൽ നിന്ന് അദ്ദേഹത്തിന് പകർന്നു കിട്ടിയ ശാന്തിയും സമാധാനവും, അദ്ദേഹം കാണുന്ന ഉസ്താദിനെ ഗുരുതുല്യനായിട്ടാണ്. അദ്ദേഹത്തിന്റെ സങ്കടങ്ങളെ വിഷമങ്ങളൊക്കെ ഇറക്കി വെക്കൽ അത്താണിയായിട്ടാണ് അദ്ദേഹം ഉസ്താദിനെ കാണുന്നത്. അത് കേൾക്കേണ്ട വാക്കുകളാണ്. ഒരു ഹൈന്ദവ സഹോദരൻ അവരൊക്കെ ഉസ്താദിനെ കാണുന്നത് എത്ര ആദരവോടും ബഹുമാനത്തോടും കൂടിയിട്ടാണ്. എത്ര വലിയ പ്രതീക്ഷയാണ് അവർ ഉസ്താദിനെ വെച്ച് പോകുന്നത്. ഉസ്താദിന് കിട്ടിയ ശുദ്ധ കഴബ പുതക്കാൻ ഉപയോഗിക്കുന്ന കിസ്വയുടെ ഒരു കഷ്ണം, അത് ശിവുവിനെ സമ്മാനിച്ച കാര്യമൊക്കെ പറയുമ്പോൾ അദ്ദേഹം എത്രയാണ് അദ്ദേഹം ആ വാക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കുന്നത്. നമുക്ക് എത്ര ആവേശമാണ് അദ്ദേഹത്തിന്, എത്ര സന്തോഷമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. ആ വീഡിയോ ഞാൻ ഇതിനെ കൂടെ കൊടുക്കുന്നത് നിങ്ങൾ കേട്ടു നോക്കി. ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത്, ശബരിമലയ്ക്ക് ഞാൻ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. എൻ്റെ മകനും ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. ആ സമയത്ത് എനിക്ക് ഉസ്താദിനെ ഒന്ന് പോയി കാണണം എന്നൊരു ആഗ്രഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് പങ്കുവെച്ച സമയത്ത് വേറെ എവിടെയും സംഭവിക്കാത്തൊരു സംഭവം. ഉസ്താദ് ഭയങ്കര ക്ഷീണിതനാണ്, അസുഖമുള്ള ഒരാളാണ്, എന്നാലും ഷിബു വന്നേക്കൂ എന്നാ പറഞ്ഞു. ആരെയും സന്ദർശനം അനുവദിക്കുന്നില്ല, ഒന്നും അനുവദിക്കുന്നില്ല, എന്നാലും ഷിബു വന്നേക്കും. അത്തരം സ്പേസ് ലോകത്ത് എവിടെയും കിട്ടും എനിക്ക്, അത്തരം സ്പേസ് ലോകത്ത് എവിടെയും കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള മനുഷ്യന്മാർ സമാധാനത്തിന്റെ പദം എന്നൊക്കെ നമ്മൾ വെറുതെ പറയുന്നതല്ലാതെ അത് അനുഭവിക്കണം, വായിക്കണം. നമ്മളൊരു പ്രത്യേക ഫ്രെയിമിന്റെ പുറത്ത് നിന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ല, അത് അനുഭവിക്കുന്ന വായിക്കുന്ന ആളുകൾ പറയുന്ന ഒരു രീതി ഉണ്ട്. അതാണ് സത്യമാണ്. അത് അനുഭവത്തിൽ നിന്നും സ്പർശത്തിൽ നിന്നും കിട്ടുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരുവാണ്, എനിക്ക് ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ചെയ്ത ഒരു പുസ്തകമാണ് എൻ്റെ കയ്യിൽ. അവിടുന്ന് അങ്ങോട്ട് ഒരു അതിർവരമ്പില്ലാതെ, ഒരു ഇമോഷൻസ് ഇല്ലാതെ എനിക്ക് എല്ലാ സമയത്തും ഇങ്ങനെ ഒപ്പണായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന, അൺകണ്ടീഷണൽ ആയിട്ട് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന എൻ്റെ അസ്വസ്ഥതകളെ, എൻ്റെ സങ്കടങ്ങളൊക്കെ ശരിക്കും കേൾക്കാനും റീഡ് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പെട്ടെന്നൊരു ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത്, അദ്ദേഹത്തിന് സമ്മാനമായി കിട്ടിയതാണ് സൗദിയിൽ നിന്ന് ആ വലിയ കിസ്വ എന്നത്. ചെറുതല്ല അത്, അതായത് ഒരു 10 അടിയോളം നീളവും 5 അടിയോളം വീതിയുള്ള വലിയൊരു കിസ്വ. അത് ഷിബുവിന് കൊടുക്കുമെന്ന് ഒറ്റയടിക്ക് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഞെട്ടാണ് ചെയ്തത്. കാരണം വെച്ചാൽ അത്ര എക്സ്പെൻസീവാണ്. നിങ്ങൾക്കറിയാലോ, ഒറിജിനൽ ഗോൾഡിന്റെ നൂല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വെള്ളി നൂലുകളുണ്ട്, മൊറോക്കയിൽ പണി കഴിപ്പിച്ച അതിവിശിഷ്ടമായ പട്ടിൽ പൊതിഞ്ഞ സംഭവമാണ്. കോടിക്കണക്കിന് രൂപ വാല്യുബിൾ ആണ്. അതൊരു ദിവസം എന്നെ പോലത്തെ ഒരു സാധാരണ മനുഷ്യന് ആ ഷിബുവിന് കൊടുത്തേക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ മർക്കസ് എന്നിൽ കാണിച്ച ട്രസ്റ്റ്, വിശ്വാസം, ചെറിയ കാര്യമല്ല. ആ ബാഗ് എന്നെ ഏൽപ്പിക്കാൻ ചെയ്ത്. അപ്പൊ മർക്കസിനെ പോലത്തെ ഒരു വലിയ ഫൗണ്ടൻ, വലിയൊരു ഹബ്ബ് എന്നെ വിശ്വസിച്ചു എന്നുള്ളത് അത് ചെറിയ കാര്യമല്ല. ഈ കാലത്ത് ചെറിയ കാര്യമേ അല്ല. ഞാൻ 15 ദിവസമാണ് സൂക്ഷിച്ചത്. അത് അത്രയും ട്രസ്റ്റോടു കൂടി, അത്രയും വിശ്വാസപൂർവ്വം എനിക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞു.